ഹലോ ഡിയർ സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് പുതിയ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം. നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം 1991. അത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 3-ാം ഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ചത്. അത് 1991 ആകുന്നു. ഇതിന്റെ താഴെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കാണാം. ഈ 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ, അതായത് 1991 കാലഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം നടക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാകുന്നു PV നരസിംഹറാവു. ആ സമയത്ത് ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 നവസാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകൾ ഏതൊക്കെയായിരുന്നു? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകളായിരുന്നു ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം അതിന്റെ പേരാകുന്നു പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം അതിനെ നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ഇങ്ങനെ 3 ശാഖകളായിരുന്നു 91 കാലഘട്ടത്തിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ചെറുതായിട്ട് ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ലിബറലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സ്വകാര്യ കമ്പനികളുടെ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ഉദാരവൽക്കരണം. പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ കുറച്ചതാകുന്നു എന്ത്? ഉദാരവൽക്കരണം, അതായത് ലിബറലൈസേഷൻ. ഇത് 1985 മുതലേ തുടങ്ങിയതാണ് ഉദാരവൽക്കരണം. 1985 മുതലേ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോ അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ നേരത്തെ RBI മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ ഇഷ്ടാനുസരണം പലിശ നിരക്ക് അവർക്ക് നിശ്ചയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉദാരവൽക്കരണത്തിലൂടെ നൽകി. അത് 1985 മുതലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത് മാത്രമല്ല, ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതായത് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ, ഇൻഡസ്ട്രീസിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള, ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ ഗവൺമെന്റ് ലിബറലൈസേഷനിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. അത് മാത്രമല്ല, കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദനശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. മുമ്പ് സർക്കാരാണ് ഉൽപാദനശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചിരുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിൽ അതിന്റെ അവൈലബിലിറ്റി എത്രത്തോളമാണ് എന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യം പോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അതിനെ വൈവിധ്യവൽക്കരിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് നൽകി. അപ്പൊ മുമ്പ് സർക്കാർ പറയുന്നതനുസരിച്ചായിരുന്നു നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നും അതിന് എത്ര രൂപ ഇടണം എന്നുള്ളതൊക്കെ നേരത്തെ സർക്കാരായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തു, ആ ഒരു ലിബർട്ടി അവർക്ക് കൊടുത്തു. ഇതാണ് എന്ത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. സ്വകാര്യ മേഖലയിൽ ലൈസൻസിംഗ് എടുത്തു കളഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. എന്നാൽ മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ, ഇതിനൊക്കെ ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ അത്തരം വളരെ വളരെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ലൈസൻസ് ആവശ്യമാണ്. ഓൾമോസ്റ്റ് ബിസിനസ് മേഖലയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള, പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ മലയാളത്തിൽ ഉദാരവൽക്കരണം എന്ന് പറയും. 1985 മുതൽ ഇതിന് തുടക്കം കുറിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു സ്വകാര്യവൽക്കരണം, അതായത് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിക് സെക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഷെയർ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതാണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ ഇതിനകത്ത് ഷെയർ, അവർക്ക് ഇതിന്റെ ഷെയർ ഹോൾഡർ ആകാം. പ്രൈവറ്റ് കമ്പനികൾക്ക് പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ ഉള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുത്തു. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാകുന്നു സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. ഇനി അവർക്ക് വേണമെങ്കിൽ അതിന്റെ 50%-ലധികം ഷെയർ അവർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോട്ടെ. അപ്പൊ അത് പ്രൈവറ്റ് കമ്പനിയായി മാറും. ഓക്കെ, അപ്പോ സർക്കാർ അത് തീരുമാനിച്ചും കണ്ടും അറിഞ്ഞൊക്കെയാണ് അത് കൊടുക്കുന്നത്. പിന്നെ 3 പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല, കേട്ടോ. അതിപ്പോ റെയിൽ ഗതാഗതത്തിന്റെ ഷെയർ ഒരു പ്രൈവറ്റ് കമ്പനിക്കും കൊടുക്കില്ല, ആണവോർജ്ജത്തിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല, അറ്റോമിക് ധാതുക്കളുടെ ഖനനം അതിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല. ഒരുമാതിരിപ്പെട്ട പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനി റെഡി ആണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കും. അവർക്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാം. ഇനി 50%-ന് മുകളിൽ അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് അത് റൺ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാകുന്നു സ്വകാര്യവൽക്കരണം. എന്നാൽ മുമ്പൊന്നും തന്നെ, ഈ 90-കൾക്ക് മുമ്പൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു കമ്പനികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ കമ്പനികളിലേക്ക് പ്രൈവറ്റ് പാർട്ടിക്കൊന്നും ഷെയർ എടുക്കാനോ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുക്കാനോ ഒന്നുള്ള അവസരം അന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 91 പുത്തൻ സാമ്പത്തിക നയത്തിലൂടെയാണ് ഈ സ്വകാര്യവൽക്കരണമൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അതോടെ ഇന്ത്യക്ക് ഒരുപാട് സാമ്പത്തിക പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കീഴിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ PSU സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു.
അപ്പോൾ PSU എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. ഓക്കെ, ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ. അതുപോലെ പൊതുമേഖലാ സ്ഥാപന ഓഹരികൾ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 3 കാര്യങ്ങളുണ്ടല്ലോ: അറ്റോമിക് ധാതുക്കളുടെ ഖനനം, റെയിൽ ഗതാഗതം, ആണവോർജ്ജം. ഇതൊന്നും ഒരു കമ്പനിക്കും കൊടുക്കില്ല. ഇവിടെ ഒന്നും പ്രൈവറ്റ് കമ്പനീനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, അത് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ള വ്യവസ്ഥയാണ്. അത് 3 ഓക്കെ. അപ്പോൾ ഈ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ പേരാകുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസസ് മാനേജ്മെന്റ് എന്നാകുന്നു. ചുരുക്കി നമുക്ക് ദീപം എന്ന് പറയാം. അപ്പൊ ദീപം എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്തരത്തില് പബ്ലിക് സെക്ടറിന് ഷെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള വ്യവസ്ഥകളിലൂടെ നമുക്ക് പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആകുന്നു ദീപം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസസ് മാനേജ്മെന്റ് ആണ്. നമുക്ക് പബ്ലിക് സെക്ടറിൽ നിന്നുള്ള, അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള കോൺടാക്റ്റിലൂടെ നമുക്ക് ഷെയർ വാങ്ങിക്കാവുന്നതാണ്. ദെൻ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ താരിഫുകൾ കുറച്ച് ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് സ്ഥിരത കുറച്ചതാകുന്നു ആഗോളവൽക്കരണം, അതായത് ഗ്ലോബലൈസേഷൻ. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ വരുന്ന ടാക്സ് കുറച്ച് ഇത്തരത്തിലുള്ള ബിസിനസ് വാണിജ്യ ഇടപാടുകൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ വളരെ ഒരു ഈസിയറാക്കി മാറ്റി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വാണിജ്യ ഇടപാടുകളിൽ വരുന്ന ടാക്സിനെ കുറച്ച് അത് വളരെ ആക്സസിബിൾ ആക്കി മാറ്റിയ ആ ഒരു സിസ്റ്റം ഓഫ് എക്കണോമിക് പോളിസിയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ വാണിജ്യ ഇടപാടുകളൊക്കെ നമുക്ക് വലിയ വലിയ കമ്പനികളായിട്ട് ഇന്ത്യക്കകത്തും പുറത്തു നിന്നും നമുക്ക് വളരെ ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് മുമ്പൊന്നും തന്നെ അങ്ങനെ പുറത്തുനിന്നൊരു കമ്പനിക്ക് ഇന്ത്യയിൽ ഒന്ന് കച്ചവടം ചെയ്യാനോ ഇടപാടുകൾ നടത്താനോ ഒന്നും പറ്റില്ലായിരുന്നു. അതുപോലെ ഇന്ത്യയിലുള്ള കമ്പനിക്ക് പുറത്തു പോയി തുടങ്ങാനോ അങ്ങനെയുള്ള ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം 1991 വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റീസ് നമുക്ക് എത്തിയത്. ഓക്കെ.